ദിലീപിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ് ആദ്യമേ പറയാനുള്ളത്. നമ്മുടെ നീക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു സ്റ്റേ ഓർഡർ ആണ് മദ്രാസ് ഹൈക്കോടതിയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിലായത്ത് ബുദ്ധ എന്ന സിനിമേന്റെ കുറച്ച് പ്രശ്നങ്ങളെ ചൊല്ലിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് സെറ്റിൽമെന്റിനെ ചൊല്ലിയിട്ടാണ് ഈ പടത്തിന് സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിലായത്ത് ബുദ്ധയുടെ കാര്യങ്ങളൊന്നും സെറ്റിൽ ആവാതെ നമ്മുടെ നീക്കം എന്ന് പറഞ്ഞ ദിലീപ് ഏട്ടൻ സിനിമേന്റെ റിലീസ് നമുക്ക് അടുത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് സിനിമേന്റെ OTT റിലീസിംഗ് ഡിലേ ആവുന്ന കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അനന്തൻ കാടാണ്. പടം ഇന്ന് തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ്. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, സുനിൽ, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ്. അജയ്നാഥ് ലോകനാഥാണ് സിനിമയിലെ മ്യൂസിക്. മുരളി ഗോപിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. ജയൻ കൃഷ്ണകുമാറാണ് സിനിമയുടെ സംവിധായകൻ. സിനിമ ഇന്ന് ജൂൺ 25 തിയേറ്റർ റിലീസിന് വന്നിരിക്കുകയാണ്. നല്ല ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമ ഫുള്ള് കണ്ടവരെന്തായാലും മറക്കാതെ അനന്തൻ കാട് എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. നമ്മുടെ രജനികാന്തിന്റെ 173 എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ 10 മണിക്ക്. അത് മാത്രമല്ല സിനിമേന്റെ ഒരു BTS വീഡിയോ ബിഹൈൻഡ് ദ സീൻസും ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇന്ന് ജൂൺ 25-ന്. എന്തായാലും 2 അപ്ഡേറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, സിമ്രാൻ, യോഗി ബാബു, രാശി ഖാൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയിൽ മ്യൂസിക് നമ്മുടെ റോക്ക് സ്റ്റാർ അനിരുദ്ധ് തന്നെയാണ്. ഡയറക്ഷൻ നമ്മുടെ അശ്വനാഥ് മാരിമുത്താണ്, നമ്മുടെ പ്രദീപ് രംഗാദ് അതിന്റെ ഡ്രാഗൺ എന്ന സിനിമയുടെ സംവിധായകന്. എന്തായാലും പടത്തിന്റെ ഷൂട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഒരു ഡോക്ടറിന്റെ വേഷത്തിലാണ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയായ ഓം എന്ന സിനിമയാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. മമ്മൂക്ക, ധനുഷ് കെ രാജ്, ശ്രീലീല, സായി പല്ലവി എന്നിവരൊക്കെയാണ് സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾ. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കർ ആണ്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ. നമ്മുടെ ശിവകാർത്തികേയന്റെ അമരൻ സിനിമയുടെ പടം ഒക്ടോബർ 16 വേൾഡ് വൈഡ് റിലീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന നിലവില്. നമ്മുടെ മമ്മൂക്കയ്ക്ക് നിലവിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പോസ്റ്റർ സിനിമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഓം സിനിമയുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന്. അത് മാത്രമല്ല ഓം സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റില്ല് കാണാൻ സാധിക്കുന്നത് മമ്മൂക്കയുടെ പുതിയ ഗംഭീരമായ ലുക്ക് തന്നെയാണ്. നിലവിൽ ചെന്നൈയിൽ കുറച്ച് പാച്ച് വർക്കിന്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് മമ്മൂക്ക ഓം സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കാർത്തിയുടെയും SJ സൂര്യ അഭിനയിച്ച് വരാൻ പോകുന്ന സിനിമയാണ് സർദാർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്. ചിത്രം ഈ വർഷം സെപ്റ്റംബർ 10-നാണ് വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് രചിച്ച വിജയനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പിന്നെ മാളവിക മോഹനൊക്കെ. എന്തായാലും പടത്തിലെ മ്യൂസിക് സാമസി ആണ്, ഡയറക്ഷൻ PS മിത്രനാണ്. ഹീറോ, ഇരുമ്പ് തിര എന്നീ സിനിമകളുടെ സംവിധായകൻ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ റിലീസിനായിട്ട്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.